ഞാൻ നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തു വന്നു. അത് നിങ്ങൾ മാധ്യമങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്താണ് ഞാൻ പറയുന്നില്ല. CPM-ന്റെ ചില നേതാക്കന്മാർ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഞാൻ പ്രവർത്തിച്ചതിന്റെ ഭാഗമായി അവർ നിങ്ങൾക്ക് നടത്തി തന്ന ഇന്റർപ്രിട്ടേഷനാണ്. അവർ ഉണ്ടാക്കിയ, അവർ കുക്ക് ചെയ്തെടുത്ത ഒരു കഥയാണ്. ഞാൻ എന്റെ സുഹൃത്തുക്കളുമായി നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോ, അത് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് അതൊരു വിനോദാഭാസമാണ്. നിങ്ങളത് ബ്രേക്ക് ചെയ്തെന്നുള്ളതാണ് വേറൊരു തമാശ. ഒരാൾ നൃത്തം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മദ്യപിച്ചാണ് നൃത്തം ചെയ്യുന്നതെന്നുള്ളത് ആ വീഡിയോ നിങ്ങൾ ബ്രത്ത് അനലൈസർ വെച്ച് പരിശോധിച്ചിട്ടാണോ? വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ബ്രത്ത് അനലൈസർ ഉണ്ടോ? ഒരാൾ മദ്യപിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചോ എന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും. എന്റെ കയ്യിലൊരു മദ്യക്കുപ്പിയോ എന്തെങ്കിലും അങ്ങനെ ഒരു പശ്ചാത്തലത്തിലോ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കാണ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അപ്പോൾ അന്ന് CPM-ന് എന്നെ വ്യക്തിഹത്യ നടത്തണമെങ്കിൽ, അന്ന് സംഘടനാ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ അങ്ങനെ ഒരു കഥ വേണമായിരുന്നു. അതിന് ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എന്റെ കൂട്ടുകാർക്കൊപ്പം ഞാൻ എന്റെ സന്തോഷങ്ങൾക്ക് നൃത്തം ചെയ്യുന്നത് അത് മദ്യപിച്ചാണെന്ന് ഇന്റർപ്രറ്റ് ചെയ്തു. അതിന് നിങ്ങൾ പലരും കൂട്ടുനിന്നിട്ടുണ്ട്, മാധ്യമപ്രവർത്തകർ. നിങ്ങൾ ഇപ്പോൾ ഉള്ള ആൾക്കാരെന്നല്ല ഞാൻ പറഞ്ഞു, ആ സമയത്തുള്ള ആൾക്കാർ. അതിന്റെ യാഥാർത്ഥ്യം അതാണ്. അതൊരു ഇന്റർപ്രിട്ടേഷൻ ആയിരുന്നു, അതൊരു നിർവചനമായിരുന്നു, CPM-ന്റെ നിർവചനമായിരുന്നു, CPM നേതാക്കന്മാരുടെ നിർവചനമായിരുന്നു ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇപ്പൊ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറായി പ്രവർത്തിച്ചിരുന്നു, ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു. നിലവിലാതെ കുടപ്പനക്കുന്നാണ് എന്റെ സ്വദേശം. അതെ 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 ഇന്ന് രാവിലെ തോന്നിയത് ഇഷ്ടമല്ല. ഞാൻ പ്രവർത്തിച്ചിരുന്നത് CPM ആയിരുന്നു എന്നാണ് പറഞ്ഞത്. എന്റെ മനസ്സ് CPM-ലാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇഷ്ടം മനസ്സിൽ നിന്നാണ് ഉണ്ടാവുന്നത്, അല്ലേ? മനസ്സിൽ നിന്നുണ്ടായ ഇഷ്ടം കുറച്ച് നാളുകളായി BJP-യോട് തന്നെയാണ്. ഞാൻ പ്രവർത്തിച്ചിരുന്നത്, എന്റെ ചുമതല വഹിച്ചിരുന്നത് CPM-ലായിരുന്നു രാവിലെ വരെ എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതെ, അത് CPM-ന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്, ഞാൻ CPM-ന് വേണ്ടി കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് പ്രവർത്തിക്കുന്നില്ല, ചുമതലകൾ വഹിക്കുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ CPM-ന്റെ ഈ കഴിഞ്ഞ മധുര സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള സമ്മേളനങ്ങളാണ് എന്നെ ഈ ചുമതലകളെല്ലാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ എന്റെ രാഷ്ട്രീയമായിട്ടുള്ള എന്റെ ചിന്തകൾ, എന്റെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എന്റെ രാഷ്ട്രീയ ഇഷ്ടം ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായപ്പോൾ സ്വാഭാവികമായും ഞാൻ ആ താല്പര്യങ്ങൾ കൂടുതൽ എങ്ങനെയാണ്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്, നമ്മൾ കാര്യം പഠിക്കാതെ ചെയ്യില്ലല്ലോ. ഞാനൊരു വിദ്യാർത്ഥിയും കൂടെയാണ്, ഒരു നിയമ വിദ്യാർത്ഥിയാണ്. ഞാനൊരു കാര്യം പഠിക്കാതെ ചെയ്യില്ല. എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങൾക്കോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇവിടെ നിന്ന് കിട്ടുമോ എന്നുള്ളത് കൊണ്ടല്ല. നമുക്ക് ഈ രാജ്യത്തിന്റെ യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ, സകലമാന മനുഷ്യരുടെയും ഇന്നിന്റെ പ്രതീക്ഷ BJP-യാണ്. നാളെയും അത് അങ്ങനെ തന്നെയാണ്. BJP-യെ അട്ടിമറിക്കാനോ അത്തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രം കൊണ്ടുവരാനോ അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കാനൊന്നും ഇന്ന് ഈ രാജ്യത്തുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റങ്ങളും കഴിയില്ല. കാരണം ഏറ്റവും വലിയ രാഷ്ട്രീയ ജനാധിപത്യ മുന്നേറ്റമാണ് BJP. അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഞാൻ എന്നോട് കാണിക്കുന്ന ശരിയാണ്, ഈ കാലഘട്ടത്തോട് കാണിക്കുന്ന ശരിയാണ്. ആ ശരി തിരഞ്ഞെടുക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നത് മാത്രമേ ഉള്ളൂ.